കേണൽ രാജീവ് മണ്ണാളി, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ, നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. കേണൽ രാജീവ് മണ്ണാളി, അങ്ങ് ദീർഘകാലം സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ച ആളാണ്. കാർഗിൽ യുദ്ധകാലത്ത് രാജ്യത്തിന് വേണ്ടി അഭിമാനകരമായി സേവനം അനുഷ്ഠിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതും. കശ്മീരിലെ സാഹചര്യത്തെക്കുറിച്ച്, അവിടെ ജോലി ചെയ്ത ആളെന്ന നിലയിൽ, രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ പോലും തയ്യാറായി സേവനം അനുഷ്ഠിച്ച സൈനികൻ എന്ന നിലയിൽ അവിടുത്തെ ഗ്രാമങ്ങളുടെ, അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് ഈ ദൃശ്യങ്ങൾ, വിവരങ്ങളൊക്കെ വരുമ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുക? ആദ്യമായിട്ട് അഭിലാഷ്, ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ മാതൃഭൂമി എടുത്തിട്ടുള്ള ഈ ഇനീഷ്യേറ്റീവിന് ഞാൻ മാതൃഭൂമിയെ കോംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് അവിടുന്ന് കിട്ടുന്ന ദൃശ്യങ്ങൾ വളരെ വളരെ കൃത്യമാണ്. അത് പറയുന്ന കഥ അത് കാണാതിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ഈ അതിർത്തിയിലുടനീളം LOC, ഇന്റർനാഷണൽ ബൗണ്ടറി, ആ രണ്ട് ഭാഗമായിട്ടാണ് അവിടെ കിടക്കുന്നത്. സാംബ എന്ന് പറയുന്ന സ്ഥലം ഇന്റർനാഷണൽ ഒരു ബോർഡറിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സെക്ടറാണ് സാംബ സെക്ടർ. അതിന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ജമ്മു കഴിഞ്ഞാൽ അത് LOC ആയിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് ഏരിയസിലും നിരന്തരം ഷെല്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് സേനയെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള അല്ല അവരുടെ ഷെല്ലിംഗ്. അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ വിളവെടുപ്പിന്റെ ഒക്കെ കാലമായിരിക്കണം, കഴിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. അപ്പോൾ അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക. ഈ അരക്ഷിതാവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഓപ്പറേഷൻ. അത് സൈമൾട്ടേനിയസ്ലി ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് ചെയ്യേണ്ടതാണ്. അത് ഇപ്പോൾ നടക്കുന്നുണ്ടാകും. അപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ ശ്രദ്ധയെ അവരുടെ കർത്തവ്യത്തിൽ നിന്ന് അകറ്റാനും കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ഷെല്ലിംഗ്. അപ്പോൾ ആ ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാകുന്നുണ്ട്. അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കുറേ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവാക്യുവേഷനാണ് അവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുടെ ഹോസ്പിറ്റൽ സന്ദർശനങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളും കാണാനിടയായി. ഇതെല്ലാം വളരെ നല്ലതാണ്. ഒരു സുസജ്ജമായ ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയത്തെ കാണിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ